ഈ തനിയെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. കൂടെ ഞാനും ഉണ്ട്. എനിക്ക് പണ്ട് മുതലേ ആ ഒരു ശീലമുണ്ട്. ഇപ്പോൾ കുറച്ച് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തനിയെ സംസാരിക്കുന്നവരെ കണ്ടാൽ നമ്മളോട് ചോദിക്കാം, നിനക്കെന്തേ വയ്യേ, അങ്ങനെയായിരിക്കും നമ്മളോട് ചോദിക്കേണ്ടാവുക. പക്ഷേ തനിയെ സംസാരിച്ച് ശീലിച്ചവർക്ക് ഉണ്ടല്ലോ അറിയാൻ പറ്റും അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രൊസീജിയറാണെന്നുള്ളത്. ഞാനുണ്ടല്ലോ പൊതുവേ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ റിലേറ്റഡ് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ അതിൽ അവരെപ്പോഴും പറയാറുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മോട് തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഈ തനിയെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ഇരുന്നും കൊണ്ട് അയ്യോ എനിക്കൊന്നിനും വയ്യ, എനിക്കെന്താ ഇങ്ങനെ, എനിക്കെപ്പോഴും സങ്കടമാണല്ലോ, അങ്ങനെയല്ലാട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടേ. അതേസമയം നമ്മൾ ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര സൂപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ നമ്മോട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. തനിയെ സംസാരിക്കാത്ത ശീലം ഇല്ലാത്തവർ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കാണുമ്പോൾ ചിലപ്പോൾ ചിലവർ വട്ടാണെന്നൊക്കെ പറയും, അങ്ങനെയൊന്നുമല്ല, ഭയങ്കര സൂപ്പറാണ് ആ ഒരു പ്രക്രിയ. പിന്നെ ഇല്ലേ, ഇപ്പം നമ്മൾ ടി വി വെച്ചാലും ഫോൺ നോക്കിയാലും എന്ത് തന്നെ തുറന്ന് നോക്കിയാലും അവിടെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യത്തിനേക്കാട്ടിലും കൂടുതൽ നമ്മുടെ മനസ്സിൽ ചെറിയൊരു സങ്കടം ഉണ്ടാക്കുന്ന സംഗതികളാണ് ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കിപ്പം നമ്മളെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളൊരു സങ്കടമായിട്ടുള്ള ഒരു സംഗതി നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വിഷമം വരാറില്ലേ. അപ്പോൾ ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ ഒരു ചില സമയം നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നത് കുറച്ച് നമ്മുടെ മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാനൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടപ്പെട്ട ഒരു സംഗതി കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമം വരും. എനിക്ക് ഈ സിനിമയൊക്കെ ആണെങ്കിലും സങ്കടമുള്ള സിനിമ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ മേ ബി സത്യമായിരിക്കണം എന്ന് പോലുമില്ല. അതൊക്കെയാണ് ഇപ്പം ഭയങ്കര നമ്മുടെ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിലുണ്ടല്ലോ നമുക്ക് ഒന്ന് റിഫ്രഷ് ആയിട്ടിരിക്കാൻ, ഒന്ന് സന്തോഷമായിട്ടിരിക്കാൻ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമില്ലാത്ത ആൾക്കാർ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങൾ, ഈ സോഷ്യൽ മീഡിയ അതൊക്കെ കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി നിർത്തുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മുടെ സമാധാനത്തിനും ബെനിഫിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറയും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഞങ്ങൾ മാറി നിന്ന് നിൻ്റെ വീഡിയോസൊക്കെ ആര് കാണുമെന്ന്. അങ്ങനെയല്ല, നമ്മളങ്ങനെ ആർക്കും നെഗറ്റീവ് വൈബ് തരുന്ന വീഡിയോസ് അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് കിട്ടുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ആർക്കെങ്കിലും നെഗറ്റീവ് വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടാ. പിന്നെ പൊതുവേ വീട്ടമ്മമാർക്ക് ഫുൾ തിരക്കായതുകൊണ്ട് അവർക്ക് 8 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം പോലും കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമുക്ക് നമ്മോട് തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളിന്ന് കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റാണ്. അതിന് 8 മണിക്കൂർ ഉറക്കം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 8 മണിക്കൂർ എനിക്ക് ഉറങ്ങണം, അത് തീരുമാനിക്കുക. അത് ഇത്ര വലിയ മാരക പാപമൊന്നുമല്ല. പിന്നെ പൊതുവേ നമ്മളെല്ലാവരും വീട്ടുജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും എഴുന്നേക്കണേക്കാട്ടിലും മുൻപേ നമ്മൾ എഴുന്നേക്കുമല്ലോ. പക്ഷേ കുറച്ചും കൂടെ ഒരു 15 മിനിറ്റും കൂടെ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുക. അതനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം കേട്ടോ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഈ 15 മിനിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ പറ്റിയിട്ട്. ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു കപ്പ് കാപ്പിയോ ചൂടുവെള്ളമോ ഗ്രീൻ ടീയോ എന്താ വെച്ചാൽ പിടിച്ച് ഒരു പുസ്തകം പിടിച്ചിട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ എഴുതിയിട്ടൊന്ന് താങ്ക്സ് പറഞ്ഞു നോക്ക്. എപ്പോഴും ഈ എന്താ പറയുക സങ്കടങ്ങളും ഇതും തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി നോക്ക്. ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് അവർ ഫോളോ ചെയ്യുന്ന സംഗതിയാണ് ഇതെന്നൊക്കെ. അപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് ആ ഒരു റൊട്ടീൻ അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ചസ് എന്താണെന്നുള്ളത്. സോ ഞാനും ഇതുപോലെ തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് അതും ഫോളോ ചെയ്ത് നോക്കിയിട്ടുള്ളത്. പക്ഷെ അത് ചെയ്യുന്ന ദിവസം ഭയങ്കര അടിപൊളിയായിരിക്കും. എപ്പോഴും ഞാൻ ചെയ്യൂല, എനിക്ക് ഈ പറയുന്ന പോലെ മടിയൊക്കെ വരാറുണ്ട്. ചില ദിവസങ്ങളൊക്കെ ഞാൻ വിട്ടുപോകാറുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ വീണ കോഴീനെ പോലെ ആയിരിക്കും ഞാൻ ഇരിക്കേണ്ടാവുക. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വായിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ്. പിന്നെ നമുക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വൈബ് തരുന്ന ആൾക്കാരെ പിടിച്ചങ്ങ് ലൈഫിൽ നിന്ന് കാട്ടിക്കളയാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുക. ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. എനിക്കിവിടെ ഇരുന്നും കൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നമുക്ക് നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്നും കാട്ടിക്കളയെന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള സംഗതികളൊന്നും ആയിരിക്കില്ല. എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലൈഫ് പോലെ ഇരിക്കില്ല നിങ്ങളുടെ ലൈഫ് പോലെ ഇരിക്കില്ല എൻ്റെ ലൈഫ്. പക്ഷേ മാക്സിമം നമുക്ക്
നമുക്ക് പറ്റില്ലാത്ത സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾ അല്ലെങ്കിൽ പറ്റാത്ത ആൾക്കാരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കാം. നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അത് തന്നെയാണ്. പിന്നെ നമ്മളുണ്ടല്ലോ സ്വയമേ തന്നെ നമ്മളെ വേറൊരു പേഴ്സണെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എനിക്കുള്ള കഴിവുകളായിരിക്കില്ല വേറൊരാൾക്കുള്ള കഴിവുകൾ എനിക്കുണ്ടായിരിക്കില്ല. അപ്പം എല്ലാ മനുഷ്യരും എൻ്റെവലി ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും പല പല കഴിവുകളാണ് ദൈവം തന്നിട്ടുള്ളത്. എല്ലാവർക്കും സെയിം കഴിവുകളാണെങ്കിൽ ഈ ലോകത്ത് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതികളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കഴിവുകളും കുറേ പോസിറ്റീവായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ അതും വേറൊരാളുടെയും വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോകരുത്. നമ്മളെല്ലാം നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പോലെ നമ്മൾ ചെയ്യാം. മറ്റൊരാൾ അവരുടെ രീതിയിൽ ചെയ്യും. സോ എല്ലാം ഒരേപോലെ ആയിക്കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് പല പല ടൈപ്സ് ഓഫ് പൂവുകളുണ്ട്. ഫോർ എക്സാമ്പിൾ റോസാപ്പൂവുണ്ട്, മുല്ലപ്പൂവുണ്ട്. ഈ റോസാപ്പൂവ് മുല്ലപ്പൂവിനെ പോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താ ഉള്ളത്? അതുപോലെ മുല്ലപ്പൂ ഇൻ കേസ് ഇനി റോസാപ്പൂ നിങ്ങൾക്ക് മനസ്സിലായില്ലോ അല്ലേ? അപ്പം അതുകൊണ്ട് റോസാപ്പൂ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് ഭംഗിയുള്ളത്, മുല്ലപ്പൂ അതിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് ഭംഗിയുള്ളത്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മളിപ്പം എന്തെങ്കിലും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടുകാരോ ഒക്കെ ഓക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. അതുണ്ടല്ലോ, ഇപ്പം നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് അടിപൊളിയായിട്ടുണ്ടോ അതോ പൊട്ടയായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സെക്കൻഡ് പേഴ്സൺ ഓക്കെ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വയമേ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. വൗ, വെൽ ഡൺ ബിൻഡ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ തന്നെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് വേറെ ആരും വരണമെന്നൊന്നുമില്ല. നമ്മളെ തന്നെ അങ്ങനെ തള്ളി വിട്ടാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് സെൽഫ് കെയറിനെ പറ്റി ഞാൻ പറഞ്ഞു മടുത്ത്, ഇനി ഞാൻ പറയണില്ല, എന്നാലും ഞാൻ പിന്നെയും പറയുകയാണ്. അതൊക്കെ ചെയ്യുക. ഇടയ്ക്കൊക്കെ പോയിട്ട് ഒരു ഫേഷ്യൽ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് തലവേദനയൊക്കെ ഒരു ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നേക്കാമെന്ന് വിചാരിക്കട്ടോ, ഭയങ്കര തലവേദന, നിങ്ങളൊന്ന് പാർലറിൽ പോയിട്ട് സ്പാ ചെയ്ത് നോക്കി. അവരുടെ മസാജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ, അയ്യോ അവിടെ ഇത്രയും പൈസ ആയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പാർലറിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ വീട്ടിൽ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സെൽഫ് കെയർ ചെയ്താൽ മതി. ഒരു ദിവസം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴല്ലോ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ തന്നെ നോക്കണ്ടേ? ഈ പറയണ പോലെ എൻ്റെ സൗന്ദര്യം ഞാൻ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന പോലെ എന്നെ ഞാൻ തന്നെ ആദ്യം നോക്കണ്ടേ, എന്നാലാണ് മറ്റുള്ളവർ നോക്കാൻ പറ്റുള്ളൂ. നമ്മളെ സ്നേഹിച്ചാലാണ് നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കുകയും ചെയ്യുള്ളൂ, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെന്താ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പോയിന്റ്സ് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഈ പറഞ്ഞ എല്ലാ സംഗതികളും കൂടെ ചെയ്യുമ്പോഴാണ് ഒന്ന് സെറ്റ് ആവാന്ന്. പക്ഷെ ഇതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നതുകൊണ്ട് എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, സത്യമായിട്ട് ഞാൻ പറയുവാണ്. ഞാനും ഒരു മനുഷ്യജീവിയാണ്, എല്ലാ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും ചില ദിവസങ്ങൾ മടി പിടിച്ച് കൂഞ്ഞിക്കൂടി ഇരിക്കാറുണ്ട്, ഞാനും കിടന്ന് കരയാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ലൈഫ് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും എന്തൊക്കെയാണ് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യൂലേ. നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന വഴികളൊക്കെ നോക്കുന്നത് പോലെ തന്നെയാണല്ലോ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.